നമസ്കാരം. ജയ്തു സനാതനം. ഞാൻ ഡോക്ടർ മനോജ് ദത്തൻ, സ്വാമി വിവേകാനന്ദ ട്രസ്റ്റ് തൃശ്ശൂരിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ്. കഴിഞ്ഞ വർഷം വിവേകവർഷം എന്നുള്ള പേരിൽ 162 വിദ്യാർത്ഥികൾക്ക് സ്വാമി വിവേകാനന്ദൻ്റെ 162ാമത് ജയന്തിയോടനുബന്ധിച്ച് സൗജന്യ സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം ഞങ്ങൾ കൊടുക്കുകയുണ്ടായി. കേരള സാഹിത്യ അക്കാദമിയിൽ വെച്ച് നടന്നിട്ടുള്ള ഔദ്യോഗിക ഉദ്ഘാടനവും അതിൽ ഏകദേശം 1000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തതും ഈ കഴിഞ്ഞ കോഴ്സ് വലിയ വിജയമായി തീർത്തതും നിങ്ങൾക്ക് ഏവർക്കും നന്ദി ആദ്യം അറിയിക്കുകയാണ്. ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ 163ാമത് സ്വാമി വിവേകാനന്ദൻ്റെ 163ാമത് ജയന്തിയോടനുബന്ധിച്ച് വിവേകാനന്ദ ട്രസ്റ്റും സനാതന ധർമ്മ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനും സംയുക്തമായിട്ട് 163 വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ടുള്ള സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനവും അതേപോലെ തന്നെ അവർക്കുള്ള മാർഗനിർദ്ദേശങ്ങളും നൽകുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോയാണ് ഇന്ന് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്. ആർക്കൊക്കെയാണ് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക. 5ാം ക്ലാസ് മുതൽ മേലേക്കുള്ള എല്ലാ കുട്ടികൾക്കും, 5ാം ക്ലാസ് 6ാം ക്ലാസ് മുതൽ ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി, കോളേജ്, വർക്കിംഗ് പ്രൊഫഷണൽസ് ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള എക്സാമുകളുണ്ടോ അല്ലെങ്കിൽ എൻട്രൻസ് പരീക്ഷകളുണ്ടോ എന്ന് ആയിരിക്കില്ല ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. വിവേകവർഷം ബാച്ച് 2 അതിലേക്ക് പ്രത്യേകിച്ച് എൻട്രൻസ് പരീക്ഷകളൊന്നുമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഈ പറയുന്ന കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മറ്റൊന്നാണ്, ഈ പറയുന്ന കോഴ്സിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നുണ്ടാവുക, സിവിൽ സർവീസസിൻ്റെ ക്ലാസ്സുകൾ മാത്രമാണോ പഠിപ്പിക്കുന്നുണ്ടാവുക എന്നുള്ളത് അല്ല, മറിച്ച് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഗവൺമെൻറ്റൽ സ്കോളർഷിപ്പുകൾ, പ്രൈവറ്റ് സ്കോളർഷിപ്പുകൾ, മറ്റ് തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ, എൻട്രൻസ് പരീക്ഷകൾ, ഇതിലേക്ക് എല്ലാത്തിനേക്കും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഗൈഡൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് ഈ NMMS പോലെയുള്ള USS പോലെയുള്ള ക്ലാസ്സുകൾക്ക് നമ്മുടെ ഇത് ഉപകാരപ്പെടുന്നതാണ്, ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മറ്റൊരാലോചന വരുന്നുണ്ടാവുക, എന്തെങ്കിലും തരത്തിൽ ഫീസുകൾ ഈ പറയുന്ന കോഴ്സുകൾക്കുണ്ടോ എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള ഫീസുകളോ അല്ലെങ്കിൽ മറ്റ് കോഴ്സിൻ്റെ കാര്യങ്ങളോ ഇല്ല. നിങ്ങൾക്ക് ഒരു ചെറിയൊരു ദക്ഷിണ 2999 രൂപ നിങ്ങളൊരു ദക്ഷിണയായിട്ട് ട്രസ്റ്റിന് നൽകുകയാണ്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള, ഒരു വർഷത്തേക്ക് പഠിക്കാനുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽ പ്രിൻ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് നൽകും. പ്ലസ് അതുകൂടാതെ എല്ലാ ദിവസവും നിങ്ങൾക്ക് സോഫ്റ്റ് കോപ്പി പഠിക്കാനുള്ള സോഫ്റ്റ് കോപ്പികൾ ഫോണിലേക്ക് തരും. 5ഓളം വരുന്ന നോട്ടുകളായിരിക്കും അതുണ്ടാവുക. പ്ലസ് ഒരു ന്യൂസിൻ്റെ റീല് നിങ്ങൾക്ക് കിട്ടും. പ്ലസ് ഒരു ഡെയിലി കറണ്ട് അഫെയർസിൻ്റെ അപ്ഡേറ്റ് കിട്ടും. എല്ലാ മാസവും കറണ്ട് അഫെയർസിൻ്റെ ഒരു ബുക്കും സോഫ്റ്റ് കോപ്പിയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഒരു വർഷത്തോളം സൗജന്യമായിട്ട് കിട്ടുന്നതുമാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ അക്കാഡമിക്കൽ സ്ട്രക്ചർ പോകുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടാണോ ക്ലാസ് ഉണ്ടാവുക അല്ലെങ്കിൽ ഓൺലൈനായിട്ടാണോ ഉണ്ടാവുക എന്നൊരു സംശയമായിരിക്കില്ലേ. നിങ്ങൾക്ക് ഒരു ക്ലാസ്സുകൾ പോലും നിങ്ങളുടെ റെഗുലർ സ്കൂളിനെയോ നമ്മുടെ കുട്ടികളുടെ റെഗുലറായിട്ട് സ്കൂളിൽ പോകുന്നതിനെ ബാധിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്ലാസ്സുകൾ ഇൻറ്ററപ്ഷൻ വരാനോ കോളേജിന് ഇൻറ്ററപ്ഷൻ വരാനോ ഒന്നും ഉണ്ടാവില്ല. മറിച്ച് നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ ഓൺലൈനാണ്. അത് വൈകുന്നേരം 7 മണിക്ക് ശേഷവും 9 മണിക്കുള്ളിലുമായിരിക്കും നടക്കുക. അത് നിങ്ങളുടെ റെസ്പെക്റ്റീവായിട്ടുള്ള വാട്സാപ്പിൻ്റെ ഗ്രൂപ്പുകളുണ്ടാവും. ആ ഗ്രൂപ്പുകളിൽ ഓഫീസിൽ നിങ്ങൾക്ക് അറിയിപ്പുകൾ ലഭിക്കും. പിന്നെ 2 ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. തിങ്കൾ, അതേപോലെ തന്നെ ബുധൻ, വെള്ളി എന്നുള്ള 3 ദിവസങ്ങളിൽ റെഗുലർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ 2 ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. അത് ബോർഡ് തീരുമാനിച്ചതിന് ശേഷം 3 ക്ലാസ്സുകളായിട്ട് വേണം എന്ന് ബോർഡ് തീരുമാനിക്കുന്ന പക്ഷം അത് 3 വരെ ഉയരാനായിട്ടും സാധ്യതകളുണ്ട്. കോളേജ് കുട്ടികൾക്ക് ശനി ഞായർ ദിവസങ്ങളിലായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുന്നത്. ഇപ്രകാരമാണ് ക്ലാസ്സിൻ്റെ സ്ട്രക്ചർ പോകുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഈ കുട്ടിയെ ക്ലാസ് കാണാൻ പറ്റിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യും, എല്ലാ ക്ലാസ്സുകളും നമ്മൾ ലൈവ് ക്ലാസ് മാത്രമാണ് കൊടുക്കുന്നത്. നമ്മൾ ഒരിക്കലും ഒരു റെക്കോർഡ് ക്ലാസ്സുകൾ കൊടുക്കുന്നില്ല. ഏതെങ്കിലും കുട്ടിക്ക് ആ ലൈവ് ക്ലാസ് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ക്ലാസ് റെക്കോർഡ് ചെയ്ത് നമ്മളിവരുടെ ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ നിന്ന് ഇവർക്ക് ക്ലാസ് കാണാവുന്നതുമാണ്. മറ്റൊന്നാണ് ഈ പറയുന്ന അഡ്മിഷൻ പ്രൊസീജിയർ, എങ്ങനെയാണ് അതിന് അഡ്മിഷൻ എടുക്കുക എന്നുള്ളത്. അഡ്മിഷൻ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറുകളിലോ അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദ ട്രസ്റ്റിൻ്റെയോ സനാതന ഫൗണ്ടേഷൻ്റെയോ വെബ്സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ക്ലാസ്സുകൾ 2025 ഇപ്പോൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്.
26 ജനുവരി 30 ഔദ്യോഗിക ഉദ്ഘാടനം ജനുവരി 12 കഴിഞ്ഞതിന് ശേഷം ജനുവരി 30 നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക. ആരൊക്കെയാണ് ക്ലാസ് എടുക്കുന്നുണ്ടാവുക എന്നായിരിക്കും അടുത്ത ചിന്ത. UPSCയിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങളുടെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാവുക, പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. ഏകദേശം 92 വരുന്ന അധ്യാപകർ നമുക്കുണ്ട്. ഇതിലെല്ലാ അധ്യാപകരെയും ഫീഡ്ബാക്ക് മെക്കാനിസത്തിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ മാഷ് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ, യു ഷുഡ് ആൻസറബിൾ ടു ദ പർട്ടിക്കുലർ ടീച്ചർ ഷുഡ് ആൻസറബിൾ ടു ദ സ്റ്റുഡൻസ്. ഓക്കെ, സോ അവിടെ എന്താണ്, ഒരു മെക്കാനിസത്തിന് വേറെ പ്രാധാന്യമില്ല. കുട്ടികളുടെ ഫീഡ്ബാക്കിനനുസരിച്ചിട്ട് മാത്രമേ അധ്യാപകരെ നമ്മളവിടെ നിർത്തുകയുള്ളൂ. അതിൻ്റെ മെക്കാനിസങ്ങൾ ഇപ്പുറത്ത് നടക്കുന്നതുണ്ടാവും. മറ്റൊന്നാണ്, ഈ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വർഷം കുട്ടി ക്ലാസ്സിലിരിക്കുന്നു, ക്ലാസ് കഴിഞ്ഞു, ഒരു വർഷം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതിയോ മാഷേ എന്ന് ചോദിക്കുന്നുണ്ടാവും. ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രസ്റ്റ് തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള 2 വർഷത്തെ കോഴ്സായിട്ടുള്ള വിവേകോദയം കോഴ്സുണ്ട്. അതിൽ എൻട്രൻസ് പരീക്ഷ എഴുതുന്നതിൽ കുട്ടികൾക്ക് 35% മാർക്കിൻ്റെ റിസർവേഷനുണ്ട്. ദെൻ എഗെയിൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഈ പരീക്ഷ എഴുതിയപ്പോൾ 3 വർഷം കഴിഞ്ഞു. എഗെയിൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾ സ്വാധ്യായ എന്ന് പറയുന്ന ഞങ്ങൾ ബെസ്റ്റാണ് എന്ന് കുട്ടിക്ക് തോന്നിയാൽ മാത്രം സ്വാധ്യായ എന്ന് പറയുന്ന 10 വർഷത്തെ ലോങ് ടേം കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് വിളിക്കുന്ന സമയത്ത് കുട്ടിക്ക് പരീക്ഷ എഴുതാം. ആ പർട്ടിക്കുലർ കോഴ്സിനും ഇവർക്ക് മാർക്കിൻ്റെ റിസർവേഷനുകൾ ലഭിക്കുന്നതാണ്. ഇപ്രകാരം അവരെ ക്വാളിഫൈ ചെയ്യുന്നത് വരെ പഠിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ലക്ഷ്യം എത്തുന്നത് വരെ ഇവർ ഏതെങ്കിലും പരീക്ഷ, വെൻ ദേ ആർ ക്വാളിഫൈങ്, സിവിൽ സർവീസ് എക്സാമിനേഷൻ മാത്രമല്ല ലൈഫിൻ്റെ ഈ പറയുന്ന ഏതെങ്കിലും പരീക്ഷകൾ ക്വാളിഫൈ ചെയ്യുന്നത് വരെ നമ്മൾ അവരെ അസിസ്റ്റ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് എന്നുകൂടിയാണ് പറയുന്നത്. മറ്റൊന്ന്, ഈ വരുന്ന ജനുവരി 11 ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനങ്ങൾ ഉണ്ടാവുക. ഔദ്യോഗിക ഉദ്ഘാടനം നിങ്ങൾ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം, അതിൽ രജിസ്ട്രേഷൻസ് എടുത്തതിന് ശേഷം ഔദ്യോഗിക ഉദ്ഘാടനം തൃശ്ശൂരിൽ വെച്ച് നടക്കും. തൃശ്ശൂരിൽ വെച്ച് നടന്നതിന് ശേഷം മറ്റുള്ള അഡ്മിഷൻ്റെ കാര്യങ്ങളും ക്ലാസ്സിൻ്റെ കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങളുടെ വാട്സാപ്പിൻ്റെ ഗ്രൂപ്പുകളിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. വേറെ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങളുടെ ആശയങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. ഇവിടെ എല്ലാ കുട്ടികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ചിട്ടുള്ള വലിപ്പ ചെറുപ്പങ്ങളോ മറ്റൊന്നുമില്ല. ആർക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. 163 കുട്ടികൾക്ക് മാത്രമാണ് ഇതിനുള്ള അവസരം ഉണ്ടാവുക. ഇപ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ അവസരം ഉപയോഗിക്കുക, രജിസ്ട്രേഷൻ എടുക്കുക. ഈ പറയുന്ന സ്വാമി വിവേകാനന്ദ ട്രസ്റ്റും സനാതന ധർമ്മ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനും സംയുക്തമായി നടത്തുന്ന ഈ പറയുന്ന കോഴ്സിന് നിങ്ങൾ ഭാഗമാക്കുക. നാളേക്കുള്ള വാഗ്ദാനങ്ങളായിട്ട് മാറുക. നന്ദി, നമസ്കാരം.